ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൂന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെയും നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ബദേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം അല്ലേ? എന്നാലും ടീച്ചർ പറയാം. പേജ് നമ്പർ 24 കൊടുത്തിട്ടുണ്ട്. ബദേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം. യാക്കോബ് ഹാരാനിലേക്ക് ഓടിപ്പോകുന്നുണ്ട് ഏസാവിനെ പേടിച്ച് അല്ലേ? അപ്പോൾ ഹാരാനിലേക്കുള്ള യാത്രയുടെ ഇടയിൽ സന്ധ്യയായപ്പോൾ അവനൊരു സ്ഥലത്ത് വിശ്രമിക്കുന്നുണ്ട്. അവിടെ വെച്ച് അവന് സ്വപ്നത്തിൽ ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവനായിരുന്ന ആ സ്ഥലത്തിന് അവനിട്ട പേരാണെന്ത്? ബദേൽ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ഭവനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദൈവവുമായുള്ള മൽപ്പിടുത്തത്തിന് ശേഷം യാക്കോബിന് ലഭിച്ച പേരെന്ത്? എപ്പോഴാണ് ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തം നടന്നത്? ഹാരാനിൽ നിന്ന് അവൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ചിട്ട് അവന് അസാധാരണമായൊരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. അവനുമായിട്ട് ഒരാൾ മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. അതിൻ്റെ ഒടുവിൽ ചോദിക്കുന്നുണ്ട് നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ യാക്കോബ് എന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇനിമേൽ നീ യാക്കോബ് എന്നല്ല വിളിക്കപ്പെടുക, ഇസ്രായേൽ എന്നറിയപ്പെടും. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ എന്നാണ്. പേജ് നമ്പർ 25 അതിൻ്റെ ആൻസർ കിടക്കുന്നുണ്ട് കേട്ടോ. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ എന്നാണ് ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവവുമായി മൽപ്പിടുത്തം നടത്തിയതിന് ശേഷം യാക്കോബിന് ലഭിച്ച പേരായിരുന്നു എന്ത്? ഇസ്രായേൽ. നമുക്കൊരു ചോദ്യം കൂടി നോക്കിയാലോ. യാക്കോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്ത്? അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതിൻ്റെ ഉത്തരം എന്താ? പേജ് നമ്പർ 26 ഏറ്റവും മുകളിലായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഉത്തരം. മനുഷ്യദൃഷ്ടിയിൽ തിന്മയാണെന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് യാക്കോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് ശരിയല്ല എന്ന്, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നന്മയാക്കി മാറ്റാനായിട്ട്, നമുക്ക് അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ വഴികൾ എത്രയോ അഗ്രാഹ്യമാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മളെക്കുറിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട്. അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കണം. പഴയ ഇസ്രായേലിന് ലഭിച്ച ദൈവാനുഭവവും ദൈവാനുഗ്രഹവും പുതിയ ഇസ്രായേലായ നമുക്കും കൈവരുന്നത് അപ്പോഴാണ്. യാക്കോബിൻ്റെ ദൈവാനുഭവം നമ്മുടെയും ദൈവാനുഭവമായിട്ട് മാറണം. പേജ് നമ്പർ 25 ലാസ്റ്റും അതുപോലെ 26 ഏറ്റവും മുകൾ ഭാഗത്തായിട്ടും ആ ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട്. ഓക്കെ. അസാധാരണമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ അതൊക്കെ ദൈവം നന്മയായി തീർക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണം. ഓക്കെ.